ഷീജാവധം അധ്യായം 4 ക്രൈം ത്രില്ലർ. അതെ സർ, ഷീജയുടെ കൊലപാതകവുമായി കോന്നിയിൽ നിന്നും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയവർക്ക് ബന്ധമുണ്ട്. അതെങ്ങനെയാണ് ഐശ്വര്യയ്ക്ക് മനസ്സിലായത്? സാറ്, അവർ മരിച്ച ദിവസം, സമയം, മാസം ഇതെല്ലാം ഒന്നാണ് സാർ. മരിച്ചവരിൽ 4 പേരും പെൺകുട്ടികളാണ്. ശ്രീജ, ലക്ഷ്മി, ആതിര, സോന. സർ, ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കൊലപാതകം ഇതേപോലെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ജില്ലയിൽ നടക്കും, സമാന രീതിയിൽ. അത് കേസ് വേറെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണ്. യെസ്, അത് നടന്നു കഴിഞ്ഞു ഐശ്വര്യ. കുറച്ച് ദൂരെ വയനാട് എൻ്റെ നാട്ടിലൊരു ട്രാൻസ്ജെൻഡറിൻ്റെ മരണം. കാരണം വ്യക്തമല്ല, പ്രകൃതി പീഡനമാണ്. പിന്നെ ലൈംഗിക അവയവങ്ങളെല്ലാം തല്ലിത്താർക്കുകയും ചെയ്തിട്ടുണ്ട്. മുരിങ്ങമംഗലം പാലം കഴിഞ്ഞ് കുമ്മണ്ണൂർ റോഡിലേക്ക് കയറിയ ഒരു ചായക്കടയോട് ചേർന്ന് പോലീസ് ജീപ്പ് നിന്നു. അതിൽ നിന്നും സത്യനും ഐശ്വര്യയും ഇറങ്ങി ഒരു ചായക്ക് ഓർഡർ കൊടുത്തു. ഐശ്വര്യ, ഇപ്പോൾ ഒറീസക്കാരൻ ബിലാലിലാണ് തെളിവുകളെല്ലാം വന്നു നിൽക്കുന്നത്. പക്ഷേ അയാൾക്കൊറ്റയ്ക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്തു എന്നത് സംശയമാണ്. താൻ പറഞ്ഞതുപോലെ പെൺകുട്ടികളെ കാണാതായതിൻ്റെ പിന്നിലും ഇവൻ തന്നെയാണെങ്കിൽ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ വേറെ ആരോ ആണെന്ന് സംശയമില്ല. അതുകൂടാതെ ശ്രീജയുടെ വീട്ടിൽ നിന്നും കിട്ടിയ പെൻ ക്യാമറയിൽ എന്താണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. ഐശ്വര്യ പോലീസ് ജീപ്പിൻ്റെ ബോണറ്റിൽ ഒരു ലാപ്ടോപ്പ് തുറന്നു വെച്ചു. അതിനടുത്തായി ചായ വെച്ച് ഊതി ഊതി കുടിച്ചു. അവളൊരു പ്രൊഫൈൽ തുറന്നപ്പോൾ അതിൽ ബിലാലിൻ്റെ ചിത്രം തെളിഞ്ഞു വന്നു. ഷീജയുടെ അത്ര തന്നെ തടിയും വണ്ണമുള്ള ബിലാൽ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് വിശ്വസിക്കാൻ. ഐശ്വര്യ ലാപ്ടോപ്പിൽ പെൻ ക്യാമറ കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. സാർ, ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. എന്ത് പാസ്വേഡ്? പെൻ ക്യാമറ ദൃശ്യങ്ങൾ ഒരു പാസ്വേഡ് വെച്ച് സംരക്ഷിച്ചിട്ടുണ്ട്. സത്യൻ ഫോണെടുത്ത് നമ്പർ അമർത്തി വിളിച്ചു. മറുപുറത്തു നിന്നും ഒരാൾ ഫോണെടുത്തു. ഹലോ, ആരാണ്? എടോ ബിജു, ഞാൻ സത്യനാണ്. പെൻ ക്യാമറ ലോക്ക് പൊട്ടിക്കാൻ എന്താണ് ഒരു വഴി? സാറേ, ലോക്ക് പൊട്ടിക്കുന്ന സീനില്ല, പക്ഷേ ഡാറ്റ മുഴുവൻ ഡിലീറ്റായി പോകും. പക്ഷേ സാറേ, 6 ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് അത് ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഒരു സാധാരണ പെൺകുട്ടി എന്തായിരിക്കും പാസ്വേഡായി ഉപയോഗിക്കുക? സാർ, ഇതിലൊരു സംശയം. എന്തിനാണ് ഒരു സാധാരണ പെൺകുട്ടിക്ക് പെൻ ക്യാമറ എന്നതാണ്? ഒന്നുകിലെന്തോ രഹസ്യമായത് പകർത്താൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ട് വർക്ക്. ആരുടേതാണ് സാർ പെൻ ക്യാമറ? പ്രമുഖമായ ഒരു കൊലപാതക കേസിൻ്റെ സീനിൽ നിന്നും കിട്ടിയതാണല്ലോ കേട്ടൻ മോഡൽ പെൻ ക്യാമറ. ഓക്കെ സാർ, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോന്ന്. ഫോൺ കട്ട് ചെയ്തപ്പോൾ ഐശ്വര്യ സത്യനെ നോക്കി. സാർ, ഷീജയുടെ മുഴുവൻ ബയോഗ്രാഫിയും ഞാൻ ഇവിടെ എത്തുന്നതിന് മുൻപ് എടുത്തിട്ടുണ്ട്. അതിൽ സംശയാസ്പദമായിട്ട് ഒന്നും തന്നെയില്ല. പക്ഷേ ബിലാലിൻ്റെ ബയോയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഐശ്വര്യ പ്രശ്നം? അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ നാട്ടിലേക്കൊരു യാത്ര പോകണം സാർ. എവിടെയാണ് ബിലാലിൻ്റെ ഹബ്ബ്? UP. എങ്കിൽ ടിക്കറ്റ് നോക്കിക്കോ ഐശ്വര്യ, UPക്കുള്ളത്. അല്പനേരം ലാപ്പിൽ നോക്കിയിരുന്ന ഐശ്വര്യ സത്യനെ നോക്കി. സാർ, ഒരു ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് UP പോലീസ് വിങ്ങിലുണ്ട്, സ്പെഷ്യൽ വിങ്ങിലാണ്. ബിലാലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അങ്ങനെ എടുക്കാൻ ശ്രമിക്കാം. ഈ ബിലാലിൻ്റെ കാര്യം തനിക്ക് വിട്ടു തന്നു ഐശ്വര്യ. സത്യൻ്റെ ഫോണ് ബെല്ലടിച്ചു. മറുപുറത്ത് രാഗിയാണ്. എന്താണ് സാറേ, തിരക്കിലാണോ? ഒന്നും പറയണ്ടോ. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു സീരിയൽ കില്ലിങ് പോലെ. എൻ്റെ സത്യേട്ടാ, നിങ്ങളുടെ ഷെർലക് ഹോംസ് ഉണരട്ടെ. അയ്യടാ എൻ്റെ മോളെ, ഈ കാക്കിയും പിന്നെ ഇങ്ങനത്തെ കുഴക്കുന്ന കേസും ആയാലേ പിന്നെ വേറൊന്നും വേണ്ടി വരില്ല. സത്യൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് തൊട്ടപ്പുറത്ത് ഐശ്വര്യ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ ശരി, ഞാൻ വിളിക്കാം. സത്യം ഫോൺ വെച്ചപ്പോൾ ഐശ്വര്യ അയാളെ നോക്കി. സാർ, വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ അവരെ? സത്യനൊന്ന് ചിരിച്ചു. വീണ്ടും സത്യൻ്റെ ഫോൺ ശബ്ദിക്കുകയാണ്. സത്യം ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി. സീമിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി രാജേഷേട്ടനായിരുന്നു. എന്താ രാജേഷേട്ടാ? എടോ സത്യം, എന്തായി കാര്യങ്ങൾ? രാജേഷേട്ടാ, അന്വേഷണം നടക്കുന്നുണ്ട്. എടാ, നാളെ പ്രതിപക്ഷ നിയമസഭാ മന്ദിരത്തിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട്. പ്രതിയെ കണ്ടുപിടിക്കുന്നതാണ് ആവശ്യം. പക്ഷെ മാർച്ചിന് ആളുകൾ എത്തിയിട്ട് ഇലിമ്പരായിട്ട് മടങ്ങണം. ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതി വേണം. അതെനിക്ക് മനസ്സിലായാവുമല്ലോ അല്ലേ? ഓക്കെ രാജേട്ടാ, പക്ഷേ പിന്നെ ശരിക്കുള്ള പ്രതിയെ കണ്ടാൽ അത് പ്രശ്നമല്ലേ? അതിന് നീ നാളെ കാണിക്കുന്ന പ്രതിയെ ഒറിജിനൽ കാണിച്ചാൽ മതി. രാജേഷിൻ്റെ വർത്തമാനം കേട്ട് സത്യൻ അന്തിച്ചു നിന്നു. ബാക്കി അങ്ങോട്ടൊന്നും പറയാനുള്ള സമയം രാജേഷ് സത്യന് കൊടുത്തിരുന്നില്ല. ഫോൺ കട്ട് ചെയ്തിരുന്നു. ഐശ്വര്യ, ഇപ്പോഴത്തെ മുഴുവൻ തെളിവുകളും ബിലാലിനെതിരല്ലേ? മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു 60%.
എങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാനുള്ള വഴി ചെയ്തോളൂ. സാർ, പക്ഷേ അത് ഒരു പക്ഷേയില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് നടക്കണം. സത്യനും ഐശ്വര്യയും വണ്ടിയിൽ കയറി. ജീപ്പ് അപായ സൈറൺ മുഴക്കിക്കൊണ്ട് മുൻപോട്ട് പോയി. INSPയുടെ പാർട്ടി ഓഫീസ് ദേശീയ പതാകയിൽ മടക്കിയ കൈപ്പത്തി ചിഹ്നമുള്ള കൊടികൾ നിറഞ്ഞ ആ ഓഫീസിൽ, ആ മുറിയിൽ 4 പേര് ചേർന്നു. ഗംഭീരമായ ചർച്ചയാണ്. മാത്യു ജോർജ്, സാമുവൽ, സിദ്ദീഖ്, ഇവരാണ് ആ പാർട്ടിയുടെ നായകർ. എൻ്റെ മാത്യു, ഈ കിട്ടിയ ചാൻസിൽ കടക്കൽ കത്തിവെക്കാൻ നമ്മളൊരുങ്ങിയ സംഭവം വെടിപ്പായി. അയ്യ എൻ്റെ സിദ്ദീഖിക്ക, ഇതിന് എനിക്കെതിരല്ല. പക്ഷേ ഈ പ്രക്ഷോഭം പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് 4 ആൾ അറിയട്ടെ. അതിലല്ലേ കാര്യം. മാത്യു ഇപ്പോഴും പേടിച്ച് നിൽക്കുകയാണോ? സിദ്ദീഖ് പുറത്തു നിൽക്കുന്ന ഒരാളെ വിളിച്ച് അയാൾ ബഹുമാനത്തോടെ അവർക്കരികിൽ വന്നു. ഷാജി, നാളെ നിയമസഭാ മന്ദിരം ഒന്ന് സ്തംഭിപ്പിക്കണം. അതിനുള്ള ഒരുക്കങ്ങൾ തുടരട്ടെ. തലസ്ഥാന നഗരിയിലേക്ക് കൊടികൾ എന്തി മുഖ്യമന്ത്രിയുടെ കോലവുമായി പാർട്ടിയുടെ അണികൾ ഇരച്ചു വരികയാണ്. പോലീസ് വാഹനങ്ങൾ ജാഥയെ അനുഗമിക്കുന്നുണ്ട്. കൊലപാതക കേസ് പ്രതിയെ കണ്ടുപിടിക്കുക, പോലീസ് നീതി പാലിക്കുക, കോന്നിയിൽ സമാധാനം നിലനിർത്തുക. മുദ്രാവാക്യങ്ങൾ ഉറക്കെ ഉയർന്നുകൊണ്ടിരുന്നു. അതിലെ കടന്നു വന്ന ഒരു KSRTC ബസ്സിന് നേരെ ജാഥയിൽ നിന്നും കല്ലേറുകൾ ചീറി വന്നു. അടിയും ഇടിയും പോലീസ് വാഹന ശബ്ദവും അന്തരീക്ഷത്തിൽ പ്രകടനം കൊണ്ടു. അതിനിടയിൽ പാർട്ടി ഓഫീസിലെ മുറിയിൽ TV-യിൽ വാർത്തകൾ കൊണ്ടുകൊണ്ടിരിക്കുന്ന നേതാക്കൾ പരസ്പരം നോക്കി. എൻ്റെ സിദ്ദീഖ, ഇതൊക്കെ എന്താണ്? ഇവരോട് മാർച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ബസ്സൊക്കെ എറിഞ്ഞു പൊളിക്കാൻ എങ്ങോട്ടാണ്? ആരാണ് പറഞ്ഞത്? എൻ്റെ ജോർജേട്ടാ, സംഭവം കുറച്ച് കളറാവാൻ വേണ്ടി പിള്ളേർ ചെയ്തതോ? അപ്പോഴാണ് സിദ്ദീഖിൻ്റെ ഫോൺ ശബ്ദിച്ചത്. അയാൾ ഫോൺ ചെവിയോട് അടുപ്പിച്ച് ഒന്ന് ഞെട്ടി. അയാൾ TV-യുടെ റിമോട്ട് ജോർജിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ചാനൽ മാറ്റി. കേരള TV-യുടെ റിപ്പോർട്ടിംഗ്. കോന്നി കൊലപാതക കേസ് പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതി കുറ്റം സംബന്ധിച്ചതിൻ്റെ ലൈവ് പോവുകയാണ്. കൂടാതെ കേരള പോലീസ് ഒഫീഷ്യൽ പേജിലും തെളിവെടുപ്പടക്കം നടക്കുന്നതിൻ്റെ ലൈവാണ്. വേറൊരു ചാനലിൽ തലസ്ഥാന നഗരിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ആൾക്കൂട്ട സമരവും. ജോർജ് എന്ന KSPയുടെ ജില്ലാ സെക്രട്ടറി തലചൊറിഞ്ഞ് നെഞ്ചിൽ ആഞ്ഞടിച്ച് അലറി വിളിച്ചു. എടോ, എന്നാ കോപ്പ് കാണിക്കാൻ അവന്മാർ തലസ്ഥാന നഗരിയിലേക്ക് ഈ വേഷക്കെട്ടിറക്കുന്നത്? പ്രതിയെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പ് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് പത്രക്കാർക്ക് മുന്നിൽ കൊടുക്കുമ്പോൾ പൊതുമുതൽ നശിപ്പിച്ചതിന് സമരത്തിന് ആഹ്വാനം ചെയ്തു എന്ന പേരിൽ ഇപ്പോൾ നമ്മളെ പൂട്ടും. ഒരു സംശയവും വേണ്ട. ആരേലും വിളിച്ചു പറ എമാരോടൊന്ന് നിർത്താൻ. കലിപൂണ്ട ജോർജിൻ്റെ മുഖം രക്തനിറമായിരുന്നു. പത്തനംതിട്ടയിലെ KSPയുടെ പ്രസ്ഥാനത്തിൻ്റെ നട്ടലാണ് ജോർജ്. തക്കം കിട്ടിയാൽ ഗ്രൂപ്പ് കളി കൊണ്ട് പണി കൊടുത്ത് കസേര വേണ്ടി നിലനിർത്തുന്ന ഒരു കൂട്ടം. നെട്ടോട്ടമോടുന്ന അണികളെ ഒന്നിച്ചു നിർത്തുക എന്ന ഒരു വലിയ പണി കൂടി അയാൾ ചെയ്യുന്നുണ്ട്. കയ്യിലുള്ള മാൽബ്രോ സിഗരറ്റിൻ്റെ പുക ഒന്ന് വലിച്ചൂതി അയാൾ ഒരു വലിയ സിഗരറ്റ് വലയം സൃഷ്ടിച്ചു. മാത്യുവും സിദ്ദീഖിനെയും സാമുവലിനെയും ജോർജിനെയും ഒന്ന് നോക്കി. നമ്മളിവിടെ ഇരുന്ന് തീരുമാനിച്ചപ്പോൾ അവർ അവിടെ കരിക്കൽ നിൽക്കുന്നു. അപ്പോൾ അവർ അത്രയ്ക്ക് ഫാസ്റ്റാണ്. എൻ്റെ മാത്യുവും അവരെ ഉറപ്പുള്ള പാർട്ടിയാണ്. കാരണം അവരുടെ അണികളെ തന്നെ നോക്കിക്കോ. അവന്മാർക്ക് ചിഹ്നം കണ്ടാൽ എങ്ങനെയാണെങ്കിലും അത് കുത്തും. പക്ഷെ നമ്മുടെ ആളുകൾ അങ്ങനെയല്ല. സാമുവലിൻ്റെ ഫോൺ ശബ്ദിച്ചപ്പോൾ എല്ലാവരും ഞെട്ടലോടെ നോക്കി. സാമുവൽ എല്ലാം മൂളിക്കെട്ടുകൊണ്ട് അവരെ ഒന്ന് നോക്കി. എന്താണോ? ജോർജ് ചോദിച്ചു. മുഖ്യൻ്റെ വാർത്താ സമ്മേളനം. ആ, അടിപൊളി. ഇതിൽ കൂടുതൽ എന്തു വേണം? 1 വർഷമായി മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതിരുന്ന ആളാണ്. ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നുവെങ്കിൽ നമുക്കുള്ള കൊട്ടാണ്. എന്തു ചെയ്യും സാറേ? സാമുവൽ ജോർജിനെ നോക്കി. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ കഥയുടെ അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുന്നതായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.